സമയങ്ങളിൽ വളരെ അപകടകാരികളായ മനുഷ്യരായിരിക്കും പുറത്തു നോക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതരായ ആളുകളെ പോലെ തോന്നിക്കുന്നത്. എന്നാൽ ബാഹ്യരൂപം കണ്ടോ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ജോലി നോക്കിയോ നമ്മൾ അവരെ വിശ്വസിക്കാൻ പാടില്ല എന്നതിന് ഈ കേസ് വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രൂരവും ഭയാനകവുമായ കേസുകളിൽ ഒന്നിതാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കൃത്യം 2021 നവംബറിൽ ഓസ്ട്രേലിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേ ദിവസം ഒരു പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ ചില വീഡിയോകൾ ഷെയർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട ആ വീഡിയോകൾ കണ്ട ചില ഗ്രൂപ്പ് അംഗങ്ങൾ തങ്ങൾക്കറിയാവുന്ന മറ്റു ചില പ്രൈവറ്റ് ഫോറങ്ങളിലേക്ക് അത് ഷെയർ ചെയ്തു. അതിനുശേഷം പല പ്രൈവറ്റ് സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ആ വീഡിയോകൾ ഒടുവിൽ 2022 മാർച്ച് 22 ഒരു 15 മിനിറ്റ് വീഡിയോ ആയി മാറ്റി 1 പോപ്പ് 9 പബ്സ് എന്ന തലക്കെട്ടോടുകൂടി ഒരു പബ്ലിക് സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്യപ്പെട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും വലിയൊരു നടുക്കമുണ്ടാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ആ വീഡിയോ കണ്ട ചില വ്യക്തികൾ ഉടൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വീഡിയോയിലുള്ള ആൾ ആരാണ്, എവിടെ നിന്നാണ് ഈ വീഡിയോ എടുത്തത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അവരുടെ ശ്രമത്തിന്റെ ഫലമായി ആ വീഡിയോ ഡാർവിൻ സിറ്റിയിലാണ് ചിത്രീകരിച്ചതെന്ന് ആ ഗ്രൂപ്പിലെ ഒരാൾ കണ്ടെത്തുന്നു. അവർ കണ്ടെത്തിയ വിവരങ്ങൾ ആ വീഡിയോടൊപ്പം ചേർത്ത് ഓസ്ട്രേലിയൻ പോലീസിന് ഒരു ഇമെയിൽ അയക്കുകയും ചെയ്തു. എന്നാൽ ആ മെയിൽ ഓപ്പൺ ചെയ്ത പോലീസിന് അപ്പോൾ അറിയില്ലായിരുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ക്രൂരവും ഭയാനകവുമായ ഒരു കേസ് കാണാൻ പോവുകയാണ് എന്ന്. അതെ, ആ മെയിൽ തുറന്നു നോക്കിയ പോലീസ് അതിലുണ്ടായിരുന്ന വീഡിയോ കണ്ട് ഭയങ്കരമായി ഞെട്ടിപ്പോയി. ഒരുപാട് ക്രൂരമായ കേസുകൾ കൈകാര്യം ചെയ്ത പോലീസിന് പോലും ആ വീഡിയോ കാണുന്നത് വളരെ ഭയാനകമായിരുന്നു. ഒരു പക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം, ഇതുപോലുള്ള ഒരുപാട് വീഡിയോകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയായിരിക്കും ഇത് എന്ന്. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ വിവരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അത്രയും ക്രൂരമായൊരു കേസാണിത്. അതുകൊണ്ട് തന്നെ ആ മെയിൽ ഓപ്പൺ ചെയ്ത് വീഡിയോ കണ്ട പോലീസ് ഈ അതിക്രമം ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് ഉറപ്പിച്ചു. തുടർന്ന് വളരെ ഊർജിതമായി അന്വേഷണം ആരംഭിച്ച പോലീസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ വ്യക്തി ആരായിരുന്നു? എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തത്? പോലീസിനെ പോലും ഇത്രയധികം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എന്തായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്? 2022 2023 ഓസ്ട്രേലിയ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഇങ്ങനെയും മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടോ എന്ന് ചിന്തിപ്പിച്ചു പോകുന്ന അതിക്രൂരമായ ആ കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് വളരെ വിശദമായി അറിയാൻ പോകുന്നത്. യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കപ്പെടുന്ന UK വെസ്റ്റ് യോർക്ക്ഷയറിൽ 1971 ജനിച്ചയാളാണ് ആദം റോബർട്ട് ഗാർഡൻ ബ്രിട്ടൻ. ഇയാൾക്ക് ചെറുപ്പം മുതലേ മൃഗങ്ങളെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് സ്കൂൾ പഠനത്തിന് ശേഷം സുവോളജിയിൽ ബിരുദവും PhDയും നേടി. എന്നാൽ PhD ചെയ്യുന്ന ആ സമയത്ത് ഇയാൾ വവ്വാലുകളുടെ വേട്ടയാടൽ രീതികളെക്കുറിച്ച് ഗവേഷണം നടത്തിയെങ്കിലും ഇയാളുടെ യഥാർത്ഥ ലക്ഷ്യം UK വിട്ട് പുറത്തുപോയി മുതലകളെക്കുറിച്ച് ഗവേഷണം നടത്തുക എന്നതായിരുന്നു. ചെറുപ്പം മുതലേ മൃഗങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ പ്രത്യേകിച്ചും മുതലകളോടായിരുന്നു ഇയാൾക്ക് കൂടുതൽ ഭ്രമം. മറ്റ് മൃഗങ്ങളെപ്പോലെ തന്നെ മുതലകളും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധം എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തണം എന്ന് ഇയാൾ ഉറപ്പിച്ചിരുന്നു. അതിനായി 1996 തൻ്റെ 25-ാം വയസ്സിൽ ഇയാൾ UKയിൽ നിന്നും നോർത്ത് ഓസ്ട്രേലിയയിലേക്ക് താമസം മാറി. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപ്പുവെള്ളം മുതലകൾ ഉള്ളത് ഈ നോർത്ത് ഓസ്ട്രേലിയയിലാണ്. അവിടെ എത്തിയ ശേഷം ബ്രിട്ടൻ വളരെ ആവേശത്തോടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി ക്രൊക്കഡൈലസ് പാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ മൃഗശാലയിലുള്ള റിസർച്ച് ഫെസിലിറ്റിയിൽ സീനിയർ റിസർച്ചറായി ഇയാൾ ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മുതലകളെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഒരു ഗ്ലോബൽ എക്സ്പേർട്ടായി ഇയാൾ മാറാൻ തുടങ്ങി. ഇയാളുടെ ഗവേഷണങ്ങൾക്കെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ചു. ഇങ്ങനെ കരിയറിൽ താൻ ആഗ്രഹിച്ചതുപോലെ വലിയ വിജയങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എറിൻ എന്ന സ്ത്രീയെ ഇയാൾ കണ്ടുമുട്ടുന്നത്. അവരും ഒരു ബയോളജിസ്റ്റും വൈൽഡ് ലൈഫ് റേഞ്ചറും ആയതുകൊണ്ട് രണ്ടുപേരുടെയും താല്പര്യങ്ങൾ ഒരുപോലെയായിരുന്നു. അധികം വൈകാതെ രണ്ടുപേരും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ബ്രിട്ടന് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. വിവാഹശേഷം രണ്ടുപേരും ചേർന്ന് ഡാർവിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രാന്തപ്രദേശത്തുള്ള
ഒരു ഗ്രാമീണ മേഖലയിൽ 2.5 ഏക്കർ വരുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് ഈ കാട് പോലെയുള്ള ഒരു സ്ഥലം വാങ്ങി അവിടെ താമസമാക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ജോലി രാജിവെച്ച് ഭാര്യ എറിനോടൊപ്പം ചേർന്ന് ഡിഗ്ഡഗോ എന്ന പേരിൽ ഒരു വൈൽഡ് ക്രോക്കഡൈൽ റിസർച്ച് ആൻഡ് കൺസൾട്ടിംഗ് ബിസിനസ് ആരംഭിച്ചു. ആ സമയത്ത് മുതലകളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഇയാളെ തോൽപ്പിക്കാൻ മറ്റാരുമില്ല എന്ന രീതിയിൽ വലിയൊരു വിദഗ്ധനായി ഇയാൾ മാറി. സ്വന്തമായി വാങ്ങിയ ആ 2.5 ഏക്കർ കാട്ടിൽ ഉപ്പുവെള്ള മുതലകളെ വളർത്തി പഠനങ്ങൾ നടത്താൻ രണ്ടുപേരും ചേർന്ന് മുന്നോട്ട് പോയി. അങ്ങനെ പഠനങ്ങൾ നടത്തുമ്പോൾ ചിത്രീകരിക്കുന്ന വീഡിയോകൾ TV, മൂവി പ്രൊഡ്യൂസർമാർക്ക് ഇവർ വിൽക്കാനും ആരംഭിച്ചു. ഇതുപോലെയുള്ള അപൂർവ ദൃശ്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാത്തത് കൊണ്ട് BBC, നാഷണൽ ജിയോഗ്രഫിക് തുടങ്ങിയ പ്രമുഖ ചാനലുകൾ പോലും ഇവരിൽ നിന്ന് ഫൂട്ടേജുകൾ വാങ്ങാറുണ്ടായിരുന്നു. ചില ഷോകൾ ഇവർ ഒന്നിച്ചു ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ ഇയാൾക്ക് ലഭിച്ച പേരും പ്രശസ്തിയും ജനങ്ങൾക്ക് മുന്നിൽ ഇയാളെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ആക്ടിവിസ്റ്റായി ചിത്രീകരിച്ചു. എന്നാൽ ഇതിലെ ഭയാനകമായ വസ്തുത എന്തെന്നാൽ, ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഇയാളുടെ യഥാർത്ഥ മുഖം മറച്ചു വയ്ക്കാൻ ഇയാൾ കെട്ടിപ്പടുത്ത ഒരു മായാലോകം മാത്രമായിരുന്നു എന്നതാണ്. അതെ, ബ്രിട്ടന് ചെറുപ്പം മുതലേ മൃഗങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരു പഠനത്തോടുള്ള താല്പര്യമായിരുന്നില്ല, മറിച്ച് ലൈംഗികമായ താല്പര്യമായിരുന്നു. ബ്രിട്ടൻ 6-ാം വയസ്സ് മുതൽ തന്നെ മൃഗങ്ങളോട് എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് തോന്നി തുടങ്ങി. തുടക്കത്തിൽ അതെന്താണെന്ന് മനസ്സിലാകാതെ ഇയാൾ തൻ്റെ 13-ാം വയസ്സിലാണ് ആദ്യമായി കുതിരകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയത്. വർഷങ്ങൾ കഴിയുന്തോറും കുതിരകൾ മാത്രമല്ല, നായ്ക്കളോടും ഇയാൾക്ക് ഈ ലൈംഗിക ആസക്തി ഉണ്ടാകാൻ തുടങ്ങി. അതിന്റെ ഫലമായി ഇയാൾ തൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഉർസ, ബോൾട്ട് എന്നീ 2 നായ്ക്കളെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, താൻ പീഡിപ്പിക്കുന്നത് വീഡിയോ ആയി ചിത്രീകരിച്ച് അത് ടെലഗ്രാമിൽ നിരന്തരം അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഇതോടെ ഇയാൾക്കായി ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ രൂപപ്പെടാൻ തുടങ്ങി. ഇത്തരത്തിൽ മൃഗങ്ങളോടുള്ള പീഡനം ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ആ ഗ്രൂപ്പിൽ ചേരുകയും ക്രമേണ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ഗ്രൂപ്പായി മാറുകയും ചെയ്തു. ഇത്രയും നാൾ തൻ്റെ സ്വന്തം നായ്ക്കളെ മാത്രം പീഡിപ്പിച്ചിരുന്ന ബ്രിട്ടന് അതുമാത്രം പോരാതെയായി. വ്യത്യസ്ത ഇനത്തിലും വ്യത്യസ്ത പ്രായത്തിലുമുള്ള നായ്ക്കളെ പീഡിപ്പിക്കണമെന്ന് ചിന്തിച്ച ഇയാൾ അതിനായി ഗംബ്രി ഓസ്ട്രേലിയ എന്ന വെബ്സൈറ്റ് തൻ്റെ സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഈ ഗംബ്രി വെബ്സൈറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, യാത്ര ചെയ്യുന്നവർ, ഓവർ ടൈം ജോലി ചെയ്യുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ സ്വന്തം നായ്ക്കളെ നോക്കാൻ കഴിയാത്തവർ എന്നിവരെല്ലാം തങ്ങളുടെ നായ്ക്കളെ മറ്റാർക്കെങ്കിലും ദത്ത് നൽകാൻ വേണ്ടി ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ആ നായയുടെ ഇനം, പ്രായം, ആരോഗ്യസ്ഥിതി എന്നിങ്ങനെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ലിസ്റ്റ് ചെയ്യപ്പെടും. ഈ വെബ്സൈറ്റിൽ പുതിയതായി ആരെങ്കിലും തങ്ങളുടെ നായയെ ലിസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ബ്രിട്ടന് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ ഇയാൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ആരുടെയെങ്കിലും വിവരങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഇയാൾ ആ ഉടമസ്ഥരെ ബന്ധപ്പെടാൻ തുടങ്ങും. സർ, നിങ്ങളുടെ നായയെ എനിക്ക് തരുമോ? ഞാൻ വളരെ ആഗ്രഹത്തോടെ എൻ്റെ വീട്ടിൽ 2 നായ്ക്കളെ വളർത്തിയിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവ ചത്തുപോയി. അതിനുശേഷം ഞാൻ വളരെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. എനിക്ക് കൂട്ടായി ആരുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ നായയെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അതിനെ വളരെ നന്നായി നോക്കിക്കൊള്ളാം. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട എന്ന് ഇയാൾ പറയും. ചിലരോട് മറ്റു ചില കഥകൾ പറയും. ഞാൻ സാമ്പത്തികമായി കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ നായ്ക്കൾക്ക് നല്ലൊരു കുടുംബം കണ്ടുപിടിച്ച് നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നല്ല നിലയിലുള്ളപ്പോൾ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന മറ്റുടമസ്ഥരെ സഹായിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള കഥകൾ പറയുകയും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആ ഉടമസ്ഥർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതിൽ ഇയാളുടെ 2 നായ്ക്കളോടൊപ്പം ഇയാൾ സന്തോഷത്തോടെ ഇരിക്കുന്ന ചിത്രങ്ങളും ഇയാൾ മൃഗങ്ങളെ വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിപാലിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടാണ് ആ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത നായ്ക്കളെ ഉടമസ്ഥർ ഇയാൾക്ക് ദത്ത് നൽകാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, ഇയാൾ വളരെ പ്രശസ്തനായ ഒരു ഗവേഷകൻ കൂടിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇയാളെ കണ്ണടച്ച് വിശ്വസിക്കുകയും തങ്ങളുടെ നായ്ക്കളെ ഇയാളെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെ കൊടുത്ത ആർക്കും അറിയില്ലായിരുന്നു ഇയാൾ സ്വന്തം 2 നായ്ക്കളെ 10 വർഷമായി അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന്. അങ്ങനെ ആ ഉടമസ്ഥരിൽ നിന്നും നായ്ക്കളെ ദത്തെടുത്ത ശേഷം ഇയാൾ എന്താണ് ചെയ്തതെന്നറിയാമോ? ആ നായ്ക്കളെ കെട്ടിയിട്ട് ഇയാൾ അതിക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെല്ലാം ക്രൂരതകൾ ഭാവനയിൽ കാണാൻ കഴിയുമോ അതിനും അപ്പുറമാണ് ഇയാൾ ആ പാവം മൃഗങ്ങളോട് ചെയ്തത്. തൻ്റെ വികൃതമായ ആഗ്രഹങ്ങൾ തീർന്നതിന് ശേഷം സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആ പാവം ജീവികളെ മരണം വരെ അടിച്ചു പീഡിപ്പിക്കുകയും
അത് മുഴുവൻ വീഡിയോ ആയി പകർത്തി താൻ ചെയ്ത ക്രൂരതകൾ തന്നെ ടൈറ്റിലായി നൽകി ആ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന് ചില വിവരങ്ങൾ മാത്രം ഞാൻ പറയാം. ബോൾ ബോയ് ബീറ്റിംഗ് എന്നായിരുന്നു ഒരു വീഡിയോയുടെ ടൈറ്റിൽ. ആ വീഡിയോ ഓപ്പൺ ചെയ്താൽ 2 ആൺനായ്ക്കളെ പീഡിപ്പിച്ച ശേഷം അവയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തുടർച്ചയായി അടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതാണ് കാണാൻ കഴിയുക. അടുത്തത് ബ്ലേഡ് എന്ന ടൈറ്റിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിൽ പെൺനായ്ക്കളുടെ സ്വകാര്യ ഭാഗത്ത് ബ്ലേഡ് കയറ്റി വെച്ച് അവയെ ചോര വാർന്ന് അവ തുടിച്ച് മരിക്കാനായി വിടും. അടുത്തത് മിസ് റിപ്പ്. ഈ വീഡിയോയിൽ ആൺനായ്ക്കൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവയെ അടിച്ച് അവയുടെ സ്വകാര്യ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് കൊലപ്പെടുത്തും. അടുത്തത് ഹങ് ആൻഡ് കട്ടർ. ഇതിൽ ആ നായയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അതിനെ തല കീഴായി കെട്ടിത്തൂക്കി വയറ്റിലെ കുടൽമാല പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ലൂണ. ഈ ടൈറ്റിലുള്ള വീഡിയോയിൽ ലൂണ എന്ന പെൺനായയോട് ചെയ്യാൻ കഴിയുന്ന എല്ലാ അക്രമങ്ങളും ചെയ്ത ശേഷം കത്തിയെടുത്ത് അതിൻ്റെ കണ്ണുകൾ കുത്തിയെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതുമാത്രമല്ല, ഒരു ബക്കറ്റ് നിറയെ ചത്തുപോയ നായ്ക്കളുടെ ശരീരഭാഗങ്ങൾ വെച്ചിരിക്കുന്ന ചിത്രങ്ങളും അവയുടെ സ്വകാര്യ ഭാഗങ്ങൾ റോസ്റ്റ് ചെയ്ത് പാചകം ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഡിസ്റ്റർബിംഗ് ആയ ചിത്രങ്ങളും ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ആ നായ്ക്കളെ ഉപദ്രവിച്ച് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഇയാൾ തൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ വാങ്ങി സെറ്റ് ചെയ്തിരുന്നു. അതിന് ടോർച്ചർ റൂം എന്ന് ഒരു പേരും നൽകി. അങ്ങനെ ഏതാണ്ട് 18 മുതൽ 24 മാസത്തിനുള്ളിൽ 42 നായ്ക്കളെയാണ് ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചത്. അതിൽ 39 നായ്ക്കളെയും ഇയാൾ കൊലപ്പെടുത്തി. ആ നായ്ക്കളുടെ പഴയ ഉടമസ്ഥർ ആരും തന്നെ തങ്ങളുടെ നായ്ക്കൾ എവിടെയാണ്, എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും അന്വേഷിച്ചില്ലേ എന്ന് ചോദിച്ചാൽ, ആ ഒറിജിനൽ ഉടമസ്ഥർ എന്തെങ്കിലും അപ്ഡേറ്റ് ചോദിച്ചാൽ അവരെ പറ്റിക്കാൻ വേണ്ടി ആ നായ്ക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കാണിക്കുന്ന ഫേക്ക് ഫോട്ടോസ്, ഫേക്ക് വീഡിയോസ് എല്ലാം ഇയാൾ ഉണ്ടാക്കി അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ പീഡനം നടത്തുന്ന വീഡിയോകളിൽ ഇയാൾ സ്വന്തം മുഖം മറച്ചാണ് റിലീസ് ചെയ്തിരുന്നത്. ടെലഗ്രാമിൽ 2 അക്കൗണ്ടുകൾ ഇയാൾ ഓപ്പൺ ചെയ്തിരുന്നു. ഒരു അക്കൗണ്ടിൻ്റെ പേര് മോൺസ്റ്റർ എന്നായിരുന്നു. ഇയാളുടെ അതേ മാനസികാവസ്ഥയിലുള്ള മറ്റാളുകളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്. അതായത് എങ്ങനെ മറ്റുടമസ്ഥരെ പറ്റിച്ച് നായ്ക്കളെ കൈക്കലാക്കാം, എങ്ങനെ പുതിയ രീതികളിൽ അവയെ പീഡിപ്പിച്ച് കൊല്ലാം, നിങ്ങൾ എത്ര നായ്ക്കളെ കൊന്നു, നിങ്ങളുടെ കില്ലിംഗ് കൗണ്ട് എത്രയാണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന അക്കൗണ്ടാണിത്. രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേര് സെർബ്രസ് എന്നായിരുന്നു. ഫോട്ടോകളും മീമുകളും വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അക്കൗണ്ട് ഉപയോഗിച്ചത്. സംസാരിക്കാൻ ഒരു ഗ്രൂപ്പ്, വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മറ്റൊരു ഗ്രൂപ്പ് എന്നിങ്ങനെ എല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് ഇയാൾ നടപ്പാക്കിയത്. എന്നാൽ സ്വന്തം ഐഡന്റിറ്റി മറച്ച് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തെങ്കിലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ ഒരു ദിവസം ഇയാൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കാരണം ഇയാളുടെ അന്ത്യം കുറിക്കപ്പെട്ടു. അതെ, ആ വീഡിയോയിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്രൂരതകളെക്കാളും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കാളും 1000 മടങ്ങ് ഭയാനകമായ, ഒരു രാക്ഷസൻ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ ചെയ്തു കൂട്ടിയത്. ഇയാൾ പിടിയിലാകാൻ കാരണമായ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ ക്രൂരമായ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ആ വീഡിയോയിൽ ബ്രിട്ടൻ ഒരു പിഗ്ബുൾ നായയെയും അതിൻ്റെ 9 കുഞ്ഞുങ്ങളെയും ഒരു കാട്ടുപ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവൻ ചെയ്ത കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. ഒരു മൃഗത്തേക്കാൾ കേവലമായ മനസ്സോടെ ആ തള്ള നായയെ ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം അതിൻ്റെ കൺമുന്നിൽ വെച്ച് ആ 9 കുഞ്ഞുങ്ങളെയും ഓരോന്നോരോന്നായി അവൻ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. കത്തി, ചുറ്റിക തുടങ്ങി കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ വെച്ച് ആ പാവം ജീവികളെ അവൻ ചിതറിച്ചു കളഞ്ഞു. സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കാനോ സ്വയം രക്ഷപ്പെടാനോ കഴിയാതെ ആ തള്ളനായ നിലവിളിക്കുന്നത് അവൻ നോക്കി നിന്ന് ആസ്വദിക്കുകയായിരുന്നു. ഈ കുഞ്ഞുങ്ങളോട് അവൻ ചെയ്ത ലൈംഗിക അതിക്രമങ്ങളും വികൃതികളും ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ വീഡിയോകൾ ആ പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം അത് പലരും ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്തതിൽ ഒരാൾ 2022 മാർച്ചിൽ ഒരു പപ്പിക്ക് ഒരു വീഡിയോ എന്ന കണക്കിൽ ഏതാണ്ട് 10 വീഡിയോകൾ കമ്പൈൻ ചെയ്ത് 15 മിനിറ്റുള്ള ഒരു വീഡിയോ ആയി ഒരു ഗോർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ട്രിം ചെയ്ത ആ വീഡിയോയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ഒറിജിനൽ വീഡിയോയിൽ ഇനിയും എത്രത്തോളം ക്രൂരതകൾ ഉണ്ടായിരിക്കും? ആ തള്ളനായയും കുഞ്ഞുങ്ങളും എത്ര മണിക്കൂറുകളായിരിക്കും ജീവന് വേണ്ടി പോരാടിയത്? സാധാരണയായി ഇതുപോലുള്ള ഗോർ സൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് വയലൻസും ഡിസ്റ്റർബിംഗ് വീഡിയോകളും കണ്ട് നല്ല ടോളറൻസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ 8 വർഷമായി ഇത്തരത്തിലുള്ള എത്രയോ കേസുകൾ കണ്ട് വിവരങ്ങൾ പഠിച്ച് അനലൈസ് ചെയ്യുന്ന നമുക്ക് പോലും ഈ കേസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ഇത് വായിക്കാൻ പോലും കഴിയില്ല, അത്രയും ഡിസ്റ്റർബിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റുകൾ കാണുന്ന പല ആളുകൾക്കും ഈ പീഡന വീഡിയോ വളരെ ഭയാനകമായി തോന്നി.
അതുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ വീഡിയോ എടുത്തത് ആരാണ് എന്ന് അവർ തിരയാൻ തുടങ്ങി. അങ്ങനെ ശേഖരിച്ച എല്ലാ തെളിവുകളും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ പരസ്പരം ഷെയർ ചെയ്തു. ആ തിരച്ചിലിന്റെ ഫലമായി അവർക്കൊരു പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ ലഭിച്ചു. അതെ, ആ വീഡിയോ കണ്ട ഒരാൾ അതിൽ ഗ്രേറ്റ് പെറ്റ് സ്റ്റാർട്ട് വിത്ത് യു എന്ന സ്ലോഗൻ എഴുതിയ ഒരു ഓറഞ്ച് കളർ ഡോഗ് ലീഷ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ ആ ലീഷ് ഡാർവിൻ സിറ്റി കൗൺസിലുടേതായിരുന്നു. തുടർന്ന് ആ ദൃശ്യങ്ങളും അവർ ശേഖരിച്ച വിവരങ്ങളും ചേർത്ത് ആനിമൽ വെൽഫെയർ അതോറിറ്റിക്കും പോലീസിനും അവർ ഇമെയിൽ അയച്ചു. ആ ഇമെയിൽ തുറന്നു നോക്കിയ പോലീസ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നവൻ എപ്പോൾ വേണമെങ്കിലും മൃഗങ്ങളെ വിട്ട് കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഭയന്ന് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് 2022 ഏപ്രിൽ ഇവർ ബ്രിട്ടനെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വീട് പരിശോധിച്ചപ്പോൾ നായ്ക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം സൂക്ഷിച്ചിരുന്ന നിരവധി ആയുധങ്ങളാണ് അവിടെ നിന്നും പോലീസ് കണ്ടെടുത്തത്. കൂടാതെ ഇയാളുടെ വീട്ടിലെ ഫ്രീസറിൽ നിന്ന് നായ്ക്കളുടെ ശരീരഭാഗങ്ങളും അടുത്തുള്ള കുളത്തിൽ നിന്ന് ചീഞ്ഞഴിഞ്ഞ നിലയിൽ നായ്ക്കുട്ടികളുടെ തലകളും തൊട്ടടുത്ത പറമ്പുകളിൽ നിന്ന് നായ്ക്കളുടെ മറ്റ് അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെടുത്തു. ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കിൽ നിന്നും മൃഗങ്ങളെ പീഡിപ്പിക്കുന്നതിന്റെയും കൊലപ്പെടുത്തുന്നതിന്റെയും നിരവധി ടോർച്ചർ വീഡിയോകൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളോട് അതിക്രൂരമായി പെരുമാറിയതിനും അവയെ പീഡിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. എന്നാൽ കോടതിയിൽ ബ്രിട്ടന്റെ വക്കീൽ വാദിച്ചത് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ്. ഇയാൾ ഒരു പാരഫിലിക് ആണെന്നും, അതായത് മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ ലൈംഗിക സംതൃപ്തി ലഭിക്കുന്ന മാനസിക വൈകല്യമുള്ള ആളാണെന്നും, അതുകൊണ്ട് ഇയാളുടെ മാനസികാവസ്ഥ പരിഗണിച്ച് ശിക്ഷ ഇളവ് ചെയ്ത് നൽകണമെന്നും വക്കീൽ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസിക്യൂഷൻ അത് പൂർണ്ണമായും എതിർത്തു. ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇയാൾക്കുണ്ട്. ഈ ക്രൂരത ചെയ്യുക മാത്രമല്ല, തന്നെപ്പോലെ ചിന്തിക്കുന്ന മറ്റാളുകളെ ടെലഗ്രാം വഴികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളോട് യാതൊരു ദയയും കാണിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. 2024 ഓഗസ്റ്റ് 8-ന് 53-കാരനായ ബ്രിട്ടന് ഇയാളെ അറസ്റ്റ് ചെയ്ത 2022 ഏപ്രിൽ മുതൽ കണക്കാക്കി 10 വർഷവും 5 മാസവും തടവ് ശിക്ഷ വിധിച്ചു. അതിൽ ആദ്യത്തെ 6 വർഷം പരോളില്ലാത്ത തടവ് ശിക്ഷയായിരുന്നു. അതനുസരിച്ച് നോക്കിയാൽ 2028-ൽ ഇയാൾക്ക് പരോളിൽ പുറത്തിറങ്ങാൻ സാധിക്കും. കൂടാതെ ഇനിയുള്ള ജീവിതകാലത്ത് ഇയാൾക്ക് ഒരു മൃഗത്തെ വാങ്ങാനോ വളർത്താനോ പാടില്ല എന്നും കോടതി ഉത്തരവിട്ടു. ഈ കേസിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി ലഭ്യമായി. ഒന്നാമതായി, ബ്രിട്ടൻ ഒരു മുതല ഗവേഷകനായിരുന്നതുകൊണ്ട്, അതിന്റെ എക്സ്പേർട്ട് ആയിരുന്നതുകൊണ്ട് ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ എവിടെ അടിച്ചാലാണ് കൂടുതൽ വേദന അനുഭവപ്പെടുക എന്നും ഏതുവരെ അടിച്ചാൽ അത് ചത്തുപോകാതെ താങ്ങി നിൽക്കുമെന്നുള്ള അനാറ്റമി ഇയാൾക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ നായ്ക്കളെ കൊല്ലുന്നതിന് മുൻപ് മണിക്കൂറുകളോളം ഇയാൾക്ക് പീഡിപ്പിക്കാൻ കഴിഞ്ഞത്. ഒരു മൃഗം പെട്ടെന്ന് ചത്തുപോകരുതെന്നും പരമാവധി വേദന അനുഭവിക്കണമെന്നും കരുതി ചില മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ വരെ ഇയാൾ ഉപയോഗിച്ചിരുന്നു. ഒരു ഗവേഷകനായതുകൊണ്ട് സർജിക്കൽ ടൂളുകളും മരുന്നുകളും ഇയാൾക്ക് എളുപ്പത്തിൽ വാങ്ങാൻ കഴിഞ്ഞു. അതുവെച്ചാണ് ഇയാൾ ആ പാവം ജീവികളെ പീഡിപ്പിച്ചത്. ഇയാളൊരു സാധാരണ സൈക്കോ ആയിരുന്നില്ല, മറിച്ച് തൻ്റെ അറിവിനെയും വിദ്യാഭ്യാസത്തെയും വികൃതമായ ആഗ്രഹങ്ങൾക്ക് ഉപയോഗിച്ച ഒരു എഡ്യൂക്കേറ്റഡ് മോൺസ്റ്റർ ആയിരുന്നു. രണ്ടാമതായി, ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ ആ 42 നായ്ക്കളോട് ഇയാൾ ചെയ്ത ക്രൂരതകൾ 150 പേജുള്ള ഒരു വലിയ റിപ്പോർട്ടാക്കിയാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് വായിച്ച ജഡ്ജ് തന്റെ ഇത്രയും നാളത്തെ കരിയറിൽ ഇതുപോലൊരു ക്രൂരത ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് വികാരാധീനനായി. ആ അളവിലായിരുന്നു ഓരോ നായയോടും ഇയാൾ ചെയ്ത കാര്യങ്ങൾ അതിൽ വിവരിച്ചിരുന്നത്. മൂന്നാമതായി, വിധി പറയുന്ന ദിവസം ജഡ്ജ് ആലി സൗത്ത്വാൾ കോടതിയിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസർമാരെയും ജൂനിയർമാരെയും ഉൾപ്പെടെ മിക്ക ആളുകളെയും പുറത്താക്കി. കാരണം ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ കേട്ടാൽ കേൾക്കുന്നവർക്ക് വലിയ മാനസിക ആഘാതം ഉണ്ടാകുമെന്ന് ഭയന്നാണ് ജഡ്ജ് അങ്ങനെ ചെയ്തത്. ഓസ്ട്രേലിയയുടെ നിയമ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. നാലാമതായി, ഇയാളുടെ വീട്ടിലെ ഡിവൈസുകൾ പോലീസ് പരിശോധിച്ചപ്പോൾ കുട്ടികളെ പീഡിപ്പിക്കുന്ന വീഡിയോസും കണ്ടെടുത്തു. അത് വെറും സാധാരണ വീഡിയോകളായിരുന്നില്ല, കാറ്റഗറി 1 എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും മോശമായ വീഡിയോകളായിരുന്നു. അതായത് മൃഗങ്ങളെ ഇതുപോലെ പീഡിപ്പിക്കുന്നവർ അടുത്തതായി കുട്ടികളെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക എന്ന സൈക്കോളജി ഇയാളുടെ കാര്യത്തിൽ 100% ശരിയായിരുന്നു. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൃഗങ്ങളോടും പാവപ്പെട്ട ജീവികളോടുമുള്ള അമിതമായ അനാസ്ഥയും വക്രബുദ്ധിയും അവസാനം സ്വന്തം ജീവിതത്തിന്റെ തന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കുമെന്നതാണ് ഈ കഥ തരുന്ന പ്രധാന പാഠം. പുറമേ വളരെ മാന്യന്മാരും വലിയ പദവികളിലുള്ളവരുമായി അഭിനയിക്കുന്ന മനുഷ്യരിൽ പോലും വഞ്ചനയും ക്രൂരതയും ഒളിഞ്ഞിരിക്കും. ഒരു വ്യക്തിയുടെ സ്ഥാനമോ വിദ്യാഭ്യാസവും നോക്കി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും
സംസാരിക്കാൻ ശേഷിയില്ലാത്ത ജീവികളോട് കാണിക്കുന്ന ക്രൂരതകൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിയമത്തിന്റെയും പ്രകൃതിയുടെയും കടുത്ത ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്നതുമാണ് ഈ ഭയാനകമായ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.